മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് 10 ദിവസം സ്കൂള് മുതൽ കോളേജ് വരെ സേവനവാരാ. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ശിശുദിനം എന്നാണ് പേരിട്ടിരിക്കുന്നത്. നെഹ്റുവിന് കുട്ടികളോട് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനം. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ദിനം ഏതൊക്കെ ദിനാന്നറിയോ? ശിശുദിനമാണ്. റസൂലുള്ളാഹിന്റെ ജന്മദിനം ശിശുദിനമാണ്. റസൂലുള്ളാഹിന്റെ ജന്മദിനം ശുചീകരണ വാരാചരണ ദിനമാണ്. കാരണം അതെ ശുദ്ധി ഈമാനിന്റെ പകുതിയാണെന്ന് കാല റസൂലുള്ളാഹി. ഈമാൻ 72-ലധികം ശാഖയാണ്. അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. വഅദ്നാഹാ ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പദവി ഇമാത്തത്തുൽ അദാ അനിത്തരീഖ്, വഴിയിൽ കിടക്കുന്ന കല്ലുകരടുകളൊക്കെ നീക്കി വഴി നന്നാക്കലാണ് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പദവി. ലോകത്ത് റസൂലുള്ളയല്ലേ വഴി നന്നാക്കാൻ പഠിപ്പിച്ച നേതാവിന്റെ ജന്മദിനത്തിൽ നമ്മളിറങ്ങി വഴി നന്നാക്കണ്ടേ? റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ നമ്മളൊരു സേവനവാരം നടത്തും. മുസ്ലിങ്ങളെ, നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനാണെങ്കിൽ ലോകത്തെ ഏറ്റവും അധികം കുട്ടികളെ സ്നേഹിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനേക്കാൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ള പറഞ്ഞുപോയി, കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവന്റെ ഹൃദയത്തിൽ ഈമാനില്ല. അത് പ്രാക്ടിക്കലായി റസൂലുള്ള കാണിച്ചത്. തന്റെ പ്രിയപ്പെട്ട 2 പേരക്കുട്ടികളായ ഹസനും ഹുസൈനിനെ 2 ചുമലിലും എത്തിക്കൊണ്ട് മദീനയുടെ അങ്ങാടിയിലേക്ക് കൊണ്ടുപോയി പലഹാരം വാങ്ങി 2 കുഞ്ഞുമക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് റസൂലുള്ള ചുമലിലേക്ക് കൊണ്ടുവന്ന് മദീനയിലെ വീട്ടിലിറക്കുന്നല്ലോ. അത് പേരക്കുട്ടികളെ മാത്രമല്ല, ഞാൻ നേരത്തിന്റെ നാടിന്റെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മദീനയിൽ പെണ്ണുങ്ങളെ പ്രസവിച്ചാൽ ആ കൊച്ചു കുഞ്ഞുങ്ങളെ റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പല കുട്ടികളും റസൂലുള്ളാഹിന്റെ മടിയിൽ മുത്തമൊഴിച്ചിട്ടുണ്ട്. പല കുട്ടികളും റസൂലുള്ളാഹിന്റെ മടിയിൽ കാട്ടിച്ചിട്ടുണ്ട്. ഒരു വേദന കൂടാതെ, വിഷമം കൂടാതെ, ഒരു അറുപ്പ് കൂടാതെ, വെറുപ്പ് കൂടാതെ ആ കുഞ്ഞുങ്ങളെ ലാളിച്ച് ആലോചിച്ച് മധുരം കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞു വെക്കുന്ന കുട്ടികളോട് ഏറ്റവും വലിയ കാരുണ്യം കാണിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനത്തിന് മദ്രസയെ പഠിപ്പിക്കുന്ന കുട്ടികളെ കൊണ്ട് ഒരു ജാഥ നടത്തിച്ചാൽ അതെവിടുന്ന് ഇസ്ലാമിന്റെ പുറത്താകാനാണ്. അതേ സമയത്ത് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് കുഞ്ഞുമക്കളെ വിളിച്ചു വരുത്തിയിട്ട് ജാഥ നടത്തരുത്, അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ട് പൂട്ടിയിടുന്ന ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് റസൂലുള്ളാഹിനെ അനാദരിക്കുന്ന ഇസ്ലാമിക ശാസ്ത്രത്തോട് നീതി നിഷേധം കാണിക്കുന്നു. പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന പെണ്ണിന്, ജീവിക്കാൻ അവകാശം കൊടുക്കാത്ത പെണ്ണിന്, സ്വത്തിൽ അവകാശമില്ലാത്ത പെണ്ണിന്, ജീവനോടെ കൊന്നു കളഞ്ഞിരുന്ന പെണ്ണിന് എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത്, അത് ഏറ്റവും ഇഷ്ടമുള്ളത് പെണ്ണാണ്. അത് കഴിഞ്ഞാൽ പെണ്ണാണ്. നിങ്ങൾ കൊന്നുകളയുന്ന പെണ്ണുണ്ടല്ലോ, നിങ്ങൾ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന പെണ്ണുണ്ടല്ലോ, നിങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടുന്ന പെണ്ണുണ്ടല്ലോ, എനിക്ക് സ്വർണം വേണം, എനിക്ക് സുഗന്ധം വേണം, പ്രിയപ്പെട്ടതാണ് പെണ്ണെന്ന് കാല റസൂലുണ്ട്. എന്നാൽ അത് ഒരു ലൈംഗിക സമ്പത്തിക്ക് വേണ്ടി പറഞ്ഞു തന്നെ റസൂലുള്ള ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ ലൈംഗികത എന്തായിരുന്നു? നബിതങ്ങൾ ഒരു സ്ത്രീലംബാടനായിരുന്നു, നബിതങ്ങൾ ഒരു ലൈംഗിക ആസ്വാദകനായിരുന്നു. ആയിഷ ബീവി പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ നാണമുള്ളവർക്കത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ 17 വയസ്സായ ആയിഷ ബീവി +2 പഠിക്കുന്ന കുഞ്ഞിന്റെ പ്രായമുള്ള ആയിഷക്ക്. റസൂലുള്ള വഫാത്താകുന്ന ആയിഷ ബീവിയുടെ പ്രായം +2 വിദ്യാർത്ഥിനിയുടെ പ്രായമാണ്. അഥവാ 17 വയസ്സാണ്. മധുരത്തെ
17 കേട്ടിട്ടില്ലേ? ഒരു പെണ്ണിന്റെ ജീവിതം പുഷ്പിച്ച പ്രായമാണ് 17. ആ 17 എത്തുമ്പോഴാണ് റസൂലിന്റെ വഫാത്താകുന്നത്. ആയിഷ പറയുന്നതുണ്ട്, ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ എന്റെ നഗ്നത കണ്ടിട്ടേയില്ല. ഞാൻ റസൂലുള്ളാഹിന്റെ നഗ്നത കണ്ടിട്ടുണ്ട്. നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും ദാമ്പത്യ ജീവിതം നയിക്കുന്നവരല്ലേ? ഭാര്യയില്ലേ നമുക്ക്? ഭർത്താക്കന്മാരല്ലേ നമുക്ക്? നെഞ്ചത്ത് കല്ലെന്ന് പറയാം. ഏത് ദമ്പതിമാർക്ക് ധൈര്യമുള്ളത്? ഞാൻ എന്റെ ഭാര്യയുടെ നഗ്നത കണ്ടിട്ടില്ല, ഞാൻ എന്റെ ഭർത്താവിന്റെ നഗ്നത കണ്ടിട്ടില്ല. കാണാൻ പാടില്ലാണ്ടല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അവർക്കുള്ള വസ്ത്രവും അവർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രത്തിന്റെ അടിയിലാണ് നമ്മുടെ എല്ലാ സീക്രട്ടും. അതുകൊണ്ട് വസ്ത്രത്തിന്റെ ഇടയിലും അറിയില്ല. നിങ്ങൾ അവർക്കുള്ള വസ്ത്രം, അവർ നിങ്ങൾക്കുള്ള വസ്ത്രം. കണ്ടോ പരിശുദ്ധ ഖുർആന്റെ പ്രയോജനം, ആ പ്രഖ്യാപനം. അപ്പോ അത്ര പറഞ്ഞ റസൂലുള്ളാഹി 17 വയസ്സുള്ള ആയിഷ ബീവി പറയുന്നു, എനിക്ക് വളരെ നാണുള്ള ആളാ. കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മളൊക്കെ അപ്പൊ കുളിക്കാൻ പോകാൻ ബാത്റൂമുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. നമ്മുടെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇപ്പം നാളൊരാൾ പറഞ്ഞു വീടിന് ചെലവായത് ആകെ 50 ലക്ഷം, അതിന് ബാത്റൂമിന് തന്നെ 12 ലക്ഷമായി. അല്ലാഹുവേ, എന്താണ് അവിടത്തെ വലിയ സുഖം? ഈ സാധനം ഒഴിവാക്കാൻ പോണോടത്ത് എന്തിനാടാ മാന ഈ ഇടപാട്? നമ്മളെ കാക്കാരാണല്ലോ ഈ നിലക്കിട്ട ഹൈക്കോടതി അടുത്തൊരു കമന്റ് പറഞ്ഞു കണ്ടില്ലേ? മുസ്ലിങ്ങളെ സംവരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പറഞ്ഞത്. മുസ്ലിങ്ങൾ പിന്നാക്ക വിഭാഗത്തിൽ പ്രമാദമായ കക്ഷികളാ. കോടതി നിരീക്ഷണം നടത്തിയ കൂട്ടത്തിൽ പറഞ്ഞു മുസ്ലിങ്ങളൊക്കെ വളരെ ഉയർന്നുപോയി, വലിയ വലിയ വീടായി, വലിയ വലിയ കാറായി. ആദ്യാക്കന്മാരും മൊയ്യാക്കന്മാരൊക്കെ 12 കോടി 25 കോടി വീടാണ്ടാക്കണ്. ഓരോരുത്തർക്കും വലിയ വലിയ മണിമാളികളാണ്ടാക്കണ്. അതുകൊണ്ട് അവർ മത്സരിസ്ഥാനത്തിൽ കയറി വരട്ടെ എന്നാ പറഞ്ഞത്. കോടതിയുടെ ഒരു നിരീക്ഷണമാണത്. കോടതി അവിടെ വിലയിരുത്തിയത് വീടാൻ സംവിധാനങ്ങളാണ്. പക്ഷേ മുസ്ലിങ്ങൾ ഇന്നും വിദ്യാഭ്യാസപരമായി പറകില്ലെന്നെയാ. കേരളത്തിലും അതെ, ഇന്ത്യയിൽ എല്ലായിടത്തും അതെ. നിങ്ങൾ നോക്ക്, കേരളത്തിൽ 14 കലക്ടർമാരുണ്ട്. 14 കലക്ടറിൽ എത്ര മുസ്ലിം കലക്ടറുണ്ട്? കേരളത്തിലുള്ള 320 IAS ഓഫീസർമാരിൽ 10 പോലും IAS ഓഫീസർമാരിൽ മുസ്ലിങ്ങളില്ല. നമ്മൾ ആകെയുള്ളത് കുറച്ച് ഡോക്ടർമാരും, പിന്നെ കുറച്ച് എഞ്ചിനീയർമാരും, കുറച്ച് അറബിക് മാഷുമാരും, കുറച്ച് ബികോം ആൾക്കാരും ഉണ്ട്. അതാണ് ഈ ചെറുത് ആകപ്പാടെ ഉലകം ചുറ്റും കറങ്ങണത്. പക്ഷെ തോന്നുമ്പോ എല്ലാവർക്കും തോന്നുമ്പോ അവിടുത്തെ ഒരു കാര്യം ചീ അങ്ങട്, ഇവിടുന്ന് ഒരു കാര്യം ഷൂ ഇങ്ങട്, ആ കാണുന്നു അജയരം മാളിക, ആ കാണുന്ന മുസ്ലിം മാളിക. ഇത് കാണുമ്പോ ആളുകളുടെ കണ്ണിന് വല്ലാത്ത തളവളപ്പ്. പിന്നെയോ ഒരു കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ അഭിമാനം തീരൂല. അല്ലാ, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ആളുകൾ. ഒരു കല്യാണത്തിന് പോയി, അവിടെ ഒരു ഡോക്ടറുടെ മകളെ കല്യാണം ക്ഷണിച്ചു. ഈ കോഴിക്കോട്ടുനിന്നായിരുന്നു പെണ്ണങ്ങടെ. എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി. 5000 ആളുണ്ട്. അപ്പൊ ഈ ടിവിയിലൊക്കെ ഇരുന്ന് കുത്തി അളക്കുന്ന ചങ്ങായി കടിച്ചു ധരിച്ചുള്ള ആളാ മൂപ്പനാണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ അയാളൊരു മുസ്ലിമാണ്. ചെന്നൊക്കെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു എങ്ങനെ ഫുഡ് കോൺട്രാക്ടിങ്? അയാൾ പറഞ്ഞു, ഉസ്താദേ ഒരാളൊന്നിന് 850 റുപ്യാണ് പറഞ്ഞു. അല്ലാ, ഞാനില്ലായി 850 റുപ്യക്ക് തിന്നാ പിന്നെ പുയ്യ അപ്പുറത്ത് കൂട്ടണ്ടേ? എങ്ങനെ തിന്നാതെ ഈ പറയുന്നത്? 850 റുപ്യക്ക് തിന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് നോക്കി. അപ്പൊ ഈ കല്യാണത്തിന് വരുന്നവരോടൊക്കെ ഇപ്പൊ പറയാൻ പറ്റുമോ? അതെ, 850 റുപ്യ കിട്ടോ പറയാൻ പറ്റുമോ? ഇതേപോലത്തെ ചെറിയ കുട്ടികൾ അവിടെ വരുന്നുണ്ട്. ഒരു പയ്യൻ വന്നു, ഒരു പാത്രം എടുത്തു. അപ്പൊ ഒരു സൂപ്പർവൈസറോടൊക്കെ ഉണ്ട്, LIG, ഒരു പാത്രം. ഈ പാത്രം എടുത്ത് അവൻ പോയിട്ട് അവിടുന്ന് ഒരു കോഴിയുടെ കഷ്ണം തന്നു. ആ പാത്രം തുരുക്ക് വെച്ചെറിഞ്ഞ് അടുത്ത പാത്രം എടുത്തു. അപ്പൊ ഈ പാത്രം 2 850 പ്ലസ് 850 8 16 എത്രയായി? 2 പ്ലേറ്റ് പോയാലും ഈ 8 വയസ്സുള്ളവർ 1600 റുപ്യയുടെ ഫുഡാകുന്നില്ല. ആ കൂവത്ത് ഇല്ലാതില്ല. ആചാര്യരുടെ കൈ പോയതല്ലേ മോന്റെ. ഈ സമുദായത്തിന് ദൂരത്തിന്റെ ആവശ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ?